യുവതിയുടെ കൊലപാതകം അതിക്രൂരം. ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. കൊലപാതകം സിനിമാ സ്റ്റൈലിൽ, ഷെർലക് ഹോംസ് മോഡലിൽ കുറ്റാന്വേഷണം. പെൺസുഹൃത്തിനെ പ്ലെയർ കൊണ്ട് അടിച്ചുകൊന്ന് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചുമൂടി. അന്വേഷണം തിരിച്ചുവിടാൻ ദൃശ്യം മോഡൽ പരീക്ഷിച്ചെങ്കിലും പ്രതിയെ പോലീസ് പിടികൂടി. കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത്. വീട്ടിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തു. ക്ഷേത്ര ദർശനം നടത്താനെന്ന് പറഞ്ഞാണ് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഭാര്യയെയും കുട്ടിയെയും ഇയാൾ ബന്ധുവീട്ടിൽ പറഞ്ഞു വിട്ടിരുന്നു. വിജയലക്ഷ്മിക്ക് രാത്രിയിൽ മറ്റൊരു ആൺ സുഹൃത്തിന്റെ വിളി വന്നത് ചോദ്യം ചെയ്തത് വഴക്കിലെത്തി. പിടിവലിയിൽ യുവതി തലയടിച്ച് വീണു. തുടർന്ന് കട്ടിംഗ് പ്ലെയറിന് അടിച്ച് മരണം ഉറപ്പുവരുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം കരൂരിൽ നിർമ്മാണം നടക്കുന്ന വീടിന്റെ അടുക്കള ഭാഗത്ത് മൃതദേഹം കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു. വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സിൽ ഉപേക്ഷിച്ച് കേസ് അന്വേഷണം വഴിതിരിച്ചുവിടാനും ശ്രമിച്ചു. പക്ഷേ ഫോൺ കണ്ടെത്തുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത് ജയചന്ദ്രന്റെ നീക്കങ്ങൾ പാളാൻ ഇടയാക്കി. കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെ കാണാതാകുന്നത് നവംബർ 6-നാണ്. 13-ന്റെ സഹോദരി വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് കരുനാഗപ്പള്ളി പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് അരുംകൊലയിലെ പ്രതിയെ പിടികൂടുന്നത്. പ്രതിയെ നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. വീട്ടിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, അമ്പലപ്പുഴ.